ആധുനിക ലോകത്തെ ടെക്നോളജികളിൽ വളരെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമാണ് ഡ്രോണുകളുടെ കണ്ടുപിടുത്തം. ഇന്ന് ഡ്രോണുകൾ സർവ്വ മേഖലകളിലും സർവ്വവ്യാപിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡ്രോണുകൾ എന്ന് കേട്ടാൽ ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് ഓർക്കുക നമ്മുടെ പ്രതിരോധ മേഖലയെക്കുറിച്ചായിരിക്കും. കാരണം ഇന്ന് ഡ്രോൺ ആക്രമണങ്ങൾ എല്ലാ രാജ്യങ്ങളും പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഡ്രോൺ ആക്രമണങ്ങൾ അത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷമായാലും ഉക്രൈൻ റഷ്യ സംഘർഷമായാലും നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഡ്രോണുകൾ കേവലം യുദ്ധത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കല്യാണ വീഡിയോ പിടിക്കാൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഡ്രോണുകൾ ശരിക്കും സർവ്വവ്യാപി തന്നെയാണ്. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ആധുനിക വ്യവസായത്തിൽ ഡ്രോണുകളുടെ പങ്ക് എന്നതാണ്. പ്രധാനമായും സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്തതിൽ നിന്ന് ഡ്രോണുകളോ UAVകളോ വ്യത്യസ്ത വ്യവസായങ്ങളിൽ അതിവേഗം ഒരു പങ്ക് കണ്ടെത്തിയിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും തത്സമയ വിവരണങ്ങൾ നൽകാനും ജോലി വേഗത്തിൽ പൂർത്തിയാക്കാനും അവയ്ക്ക് കഴിയുമെന്നതിനാൽ കൃഷി, ദുരന്ത സേവനങ്ങൾ തുടങ്ങിയ മേഖലകൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പല വ്യവസായങ്ങളിലും ഡ്രോണുകൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ വീഡിയോ പരിശോധിക്കുന്നു. അവയുടെ നേട്ടങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യുന്നു. 1. കൃഷി. കൃത്യതയുള്ള കൃഷിയും മെച്ചപ്പെട്ട ഉൽപാദനക്ഷമതയും. കൃഷിയിൽ ഡ്രോണുകൾ കർഷകർ പ്രവർത്തിക്കുന്ന രീതിയെ പൂർണ്ണമായും മാറ്റിമറിച്ചു. പ്രത്യേക ക്യാമറകൾ ഉപയോഗിച്ച് വിളകൾ എത്രത്തോളം ആരോഗ്യകരമാണെന്ന് പരിശോധിക്കാനും കീടങ്ങളെ കണ്ടെത്താനും മണ്ണ് പരിശോധിക്കാനും അവർക്ക് കഴിയും. മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വളവും വെള്ളവും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനും കർഷകർക്ക് ഈ അറിവ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഡ്രോണുകൾക്ക് വളത്തിൻ്റെയോ ജലപ്രയോഗത്തിൻ്റെയോ കൃത്യമായ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയും. ഒന്നും പാഴാക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു. കൂടാതെ വിത്ത് വിതയ്ക്കൽ, കീടനാശിനി പ്രയോഗം തുടങ്ങിയ ജോലികൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ അവ വളരെ ലളിതമാക്കുകയും വേഗത്തിലാക്കുകയും ചെയ്യുന്നു. ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകരുടെ അധ്വാനഭാരം കുറയുകയും സുരക്ഷിതമായി ഇരിക്കാനും അപകടകരമായ രാസവസ്തുക്കൾ കുറച്ച് കൈകാര്യം ചെയ്യാനും സാധിക്കും. രണ്ടാമത്തേത് നിർമ്മാണ മേഖലയാണ്. സൈറ്റ് മോണിറ്ററിങ്ങും സുരക്ഷാ മെച്ചപ്പെടുത്തലുകളും. ഡ്രോൺ സാങ്കേതികവിദ്യ ഇന്ത്യയിലെ നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങളെ വളരെയധികം മെച്ചപ്പെടുത്തുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രോജക്റ്റ് മാനേജർമാർക്ക് നിർമ്മാണ സ്ഥലങ്ങൾ മുകളിൽ നിന്ന് കാണാനും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് ട്രാക്ക് ചെയ്യാനും സാധ്യമായ അപകടങ്ങൾ കണ്ടെത്താനും എല്ലാ സുരക്ഷാ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാനും കഴിയും. മികച്ച ആസൂത്രണത്തെ പിന്തുണയ്ക്കുന്ന ആഴത്തിനുള്ള 3D മോഡലുകളും ഭൂപടങ്ങളും സൃഷ്ടിക്കാൻ അവയ്ക്ക് കഴിയും. കൂടാതെ ആളുകൾക്ക് പരിശോധന നടത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. ഇത് ഈ ജോലികൾ മുമ്പത്തേക്കാൾ വളരെ സുരക്ഷിതമാക്കുന്നു. കാര്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിനൊപ്പം ഇത് സമയം ലാഭിക്കുകയും മാനുവൽ പരിശോധനയുടെ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. 3. ലോജിസ്റ്റിക്കും ഡെലിവറിയും. ലാസ്റ്റ് മൈൽ ഡെലിവറിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ലോജിസ്റ്റിക് മേഖലയ്ക്ക് ഇപ്പോൾ വേഗതയേറിയതും വിശ്വസനീയവുമായ ലാസ്റ്റ് മൈൽ സേവനങ്ങൾ നൽകാൻ കഴിയും. വാൾമാർട്ട്, വിങ് തുടങ്ങിയ വലിയ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതിനായി അവരുടെ ഡ്രോൺ ഡെലിവറി ഓപ്ഷനുകൾ വിപുലീകരിക്കുന്നു. തിരക്കേറിയ നഗരങ്ങളിലൂടെ കടന്നു പോകാനും ഉപഭോക്താക്കളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനും ഡ്രോണുകൾക്ക് കഴിയും. ഇത് പാക്കേജുകൾ എത്തിക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കുകയും ചെലവുകൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. പതിവ് ഡെലിവറി സാധ്യമല്ലാത്ത വിദൂര സ്ഥലങ്ങളിലോ എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലോ സാധനങ്ങൾ എത്തിക്കേണ്ടി വരുമ്പോൾ ഡ്രോണുകൾ സഹായകരമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, ആളുകളുടെ വിശ്വാസം നേടുക തുടങ്ങിയ ചില കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. 4. സുരക്ഷയും നിരീക്ഷണവും. നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കൽ. സുരക്ഷയിലും നിരീക്ഷണത്തിലും ഡ്രോണുകൾ തികച്ചും സഹായകരമാണ്. വിശാലമായ പ്രദേശങ്ങളിൽ സഞ്ചരിക്കാനും ചുറ്റളവുകൾ നിരീക്ഷിക്കാനും എന്താണ് സംഭവിക്കുന്നതെന്ന് ഉടനടി കാണിക്കാനും അവയ്ക്ക് കഴിയും. ഇത് എല്ലാവർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇരുട്ടായിരിക്കുമ്പോൾ പോലും തെർമൽ ഇമേജിംഗ് ഉള്ള ഡ്രോണുകൾക്ക് അതിക്രമിച്ചു കടക്കാനുള്ള ഏതൊരു ശ്രമവും കണ്ടെത്താൻ കഴിയും. അതിനാൽ രാത്രിയിൽ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് അവ വളരെ ഉപയോഗപ്രദമാണ്. വേഗത്തിൽ പ്രവർത്തിക്കാനും തത്സമയ വിവരണങ്ങൾ നൽകാനും കഴിയുന്നത് ആവശ്യമായ നടപടികൾ വേഗത്തിൽ നടപ്പാക്കാൻ സഹായിക്കുന്നു. കൂടാതെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾക്ക് സമീപം കാവൽക്കാരുടെ ആവശ്യകത ഡ്രോണുകൾ ഇല്ലാതാക്കുന്നു. ഇത് ആളുകൾക്ക് ദോഷം സംഭവിക്കാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു.
5. അടിയന്തര സേവനങ്ങൾ, ദ്രുത പ്രതികരണവും ദുരന്ത നിവാരണവും. അടിയന്തര സാഹചര്യങ്ങളിൽ ഡ്രോണുകൾ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വേഗത്തിൽ രക്ഷാപ്രവർത്തകർക്ക് നൽകി സഹായിക്കുന്നു. കരവാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അവയ്ക്ക് എത്തിച്ചേരാനും മെഡിക്കൽ സാധനങ്ങൾ, ഭക്ഷണം, പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്നിവ കൊണ്ടുപോകാനും കഴിയും. കാട്ടുതീ കൈകാര്യം ചെയ്യുമ്പോൾ ഡ്രോണുകൾക്ക് തീ പടരുന്ന സ്ഥലം മാപ്പ് ചെയ്യുകയും തീ എത്ര വേഗത്തിൽ മുന്നേറുന്നുവെന്ന് നിരീക്ഷിക്കുകയും വായുവിൽ നിന്ന് അഗ്നിശമന വസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യാം. തത്സമയം ഡേറ്റ ശേഖരിക്കാനുള്ള അവയുടെ കഴിവ് അടിയന്തര ജീവനക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും സഹായം ശരിയായി സംഘടിപ്പിക്കാനും പ്രതികരണ സമയം വളരെ വേഗത്തിൽ കുറയ്ക്കാനും അനുവദിക്കുന്നു. 6. ആരോഗ്യ സംരക്ഷണം, മെഡിക്കൽ സപ്ലൈകളും ഉപകരണങ്ങളും എത്തിക്കൽ. ആരോഗ്യ സംരക്ഷണത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം ഏറ്റവും ആവശ്യമുള്ള പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അയക്കുന്നത് എളുപ്പമാക്കുന്നു. ആവശ്യമുള്ളപ്പോൾ വേഗത്തിലുള്ള ചികിത്സയ്ക്കായി രക്തം, വാക്സിനുകൾ, മരുന്നുകൾ എന്നിവ എത്തിക്കാൻ ഇത് സഹായിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ഹൃദയസ്തംഭനം അനുഭവിക്കുന്നവർക്ക് ഡ്രോണുകൾ AEDകൾ എത്തിക്കാൻ കഴിയും. കൂടാതെ പ്രതികരണ സമയം കുറയ്ക്കുന്നതിലൂടെ ഇത് കൂടുതൽ ജീവനുകൾ സഹായിക്കും. പതിവ് ആരോഗ്യ സംരക്ഷണ ഡെലിവറി മന്ദഗതിയിലോ നിരവധി പ്രശ്നങ്ങളോ ഉള്ള മേഖലകളിൽ ഈ സാങ്കേതികവിദ്യ വളരെ സഹായകരമാണ്. 7. പരിസ്ഥിതി സംരക്ഷണം, നിരീക്ഷണവും സുരക്ഷയും. പരിസ്ഥിതി സംരക്ഷണം ഡ്രോണുകളുടെ സഹായത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഡ്രോണുകളുടെ സഹായത്തോടെ ഗവേഷകർക്ക് മൃഗങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാനും പരിസ്ഥിതിയിൽ മാറ്റം വരുത്താതെ തന്നെ ആവാസ വ്യവസ്ഥ പരിശോധിക്കാനും കഴിയും. വേട്ടയാടൽ, വനനശീകരണം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഡ്രോണുകൾക്ക് കണ്ടെത്താൻ കഴിയും. ഇത് അധികാരികൾക്ക് നടപടിയെടുക്കാൻ കാരണമാകുന്നു. വലിയ പ്രദേശങ്ങളുടെ കൃത്യമായ കവറേജും എടുക്കുന്ന വിശദമായ ചിത്രങ്ങളും കാരണം ഫലപ്രദമായ തന്ത്രങ്ങളും സംരക്ഷണ നയങ്ങളും ഉണ്ടാക്കുന്നത് എളുപ്പമാകുന്നു. 8. ഊർജ മേഖല, അടിസ്ഥാന സൗകര്യ പരിശോധനയും പരിപാലനവും. ഊർജ മേഖലയിൽ വൈദ്യുതി ലൈനുകൾ, കാറ്റാടി യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ എന്നിവ പരിശോധിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. തകരാറുകൾ, നാശം അല്ലെങ്കിൽ കേടുപാടുകൾ എന്നിവ കണ്ടെത്തുന്നതിലൂടെ ഉപകരണങ്ങൾ പരാജയപ്പെടുന്നതിന് മുമ്പ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്നും കുറച്ച് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാണെന്നും അവയ്ക്ക് ഉറപ്പിക്കാൻ കഴിയും. ഒരു തെർമൽ ക്യാമറയുള്ള ഒരു ഡ്രോൺ ഒരു വൈദ്യുത സംവിധാനത്തിന് മുകളിലൂടെ പറന്നാൽ അതിന് അസാധാരണമായ ചൂട് ശ്രദ്ധിക്കാനും പ്രശ്നമുണ്ടാക്കുന്നത് എന്തെന്ന് അടയാളപ്പെടുത്താനും കഴിയും. ഡ്രോണുകൾ സുരക്ഷ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, കാരണം അവ പരിശോധനകൾ ഓട്ടോമേറ്റ് ചെയ്യുകയും അതുവഴി ഉയർന്ന സ്ഥലങ്ങളിലെ തൊഴിലാളികൾക്ക് അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. 9. മാധ്യമങ്ങളും വിനോദവും. ആകാശത്ത് നിന്ന് ചിത്രീകരിക്കുന്നതിന് രസകരമായ പുതിയ മാർഗം നൽകിക്കൊണ്ട് ഡ്രോണുകൾ സിനിമകൾ, വാർത്തകൾ, ഷോകൾ എന്നിവ ചിത്രീകരിക്കുന്നത് എളുപ്പമാക്കിയിരിക്കുന്നു. ഇതിനർത്ഥം ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും റിപ്പോർട്ടർമാർക്കും അധികം പണം ചെലവഴിക്കാതെയോ വളരെയധികം പ്രശ്നങ്ങൾ നേരിടാതെയോ മികച്ച ചിത്രങ്ങൾ ലഭിക്കുമെന്നാണ്. കാഴ്ചക്കാർക്ക് കൂടുതൽ ആവേശകരമായ രീതിയിൽ തത്സമയ ഇവന്റുകൾ കാണിക്കാനും ഡ്രോണുകൾ സഹായിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിക്കാൻ എളുപ്പവും ന്യായമായ വിലയും ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള ഛായാഗ്രഹണം ചിലപ്പോൾ പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും പരീക്ഷിക്കാൻ സാധിക്കും. ഇനി 10ാമത്തേത് വെല്ലുവിളികളും പരിഗണനകളും. ഡ്രോണുകൾ നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ അവ ഉപയോഗിക്കുന്നത് ചില വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. വ്യോമാതിർത്തി, സ്വകാര്യത, സുരക്ഷ എന്നിവയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വ്യോമയാന നിയമങ്ങൾ കർശനമാണ്. നിരീക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളും സുരക്ഷിതമല്ലാത്ത ഡേറ്റ സംരക്ഷണവും കാരണം പൊതുജന വിശ്വാസം നേടുന്നതാണ് മറ്റൊരു പ്രശ്നം. ബാറ്ററി ലൈഫ്, ഡ്രോണിന് എത്രത്തോളം വഹിക്കാൻ കഴിയും, കാലാവസ്ഥയോടുള്ള അതിൻ്റെ സംവേദനക്ഷമത എന്നിവയാണ് ഡ്രോൺ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത്. മാത്രമല്ല ദീർഘകാല വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് ഡ്രോണുകൾക്കായി ചാർജിംഗ് പോയിന്റുകളും സേവന കേന്ദ്രങ്ങളും നിർമ്മിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഉപസംഹാരമായി ചിലതുകൂടി പറയാം. ജോലി കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതവും ഉൽപാദനക്ഷമമാക്കാനുമുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിനാൽ ഡ്രോണുകൾ ഇന്നത്തെ വ്യവസായങ്ങളുടെ ഒരു പ്രത്യേക ഭാഗമാണ്. സാങ്കേതികവിദ്യ വികസിക്കുകയും പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഡ്രോണുകൾക്ക് അവ ഉപയോഗിക്കാൻ കൂടുതൽ വഴികൾ ലഭിക്കും. അനുബന്ധ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത് വിവിധ മേഖലകളുടെ വളർച്ചയെ നയിക്കുന്നതിലും പുതിയ വഴികൾ കണ്ടെത്തുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കും.